നമസ്കാരം. ഓ, ഒരു ബാധ്യത ഒഴിഞ്ഞു കിട്ടിയതിന്റെ സുഖത്തിൽ ഇരിക്കുമായിരിക്കും ഇല്ലയോ? ഭാഗ്യവാൻ. ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. താനെന്തിനാ പോന്ന്? അയ്യോ, ഭാര്യയുടെ അമ്മാവനെ കയറി ആരെങ്കിലും താനെന്ന് വിളിക്കൂ? അത് മോശമല്ലയോ സാറേ? ഇനി അങ്ങനെ വിളിച്ചേ വെക്കൂന്നുണ്ടെങ്കിൽ ആ ബന്ധം അങ്ങ് ഒഴിഞ്ഞേരെ. അപ്പോൾ പിന്നെ പ്രായം കൊണ്ട് സാർ അമ്മാവനും ഞാൻ മരുമോനും ആയിക്കോളാം. റോക്കി, വെള്ളം അടിച്ചിട്ട് വന്ന് തോന്നിയാസം പറയാനുള്ള സ്ഥലമല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഇത് എന്നാത്തിനുള്ള സ്ഥലവാ? സ്വന്തം ഭാര്യയെ പറഞ്ഞു വിട്ട് തനിക്ക് തോന്നിയവളന്മാരെ കയറ്റി പാർപ്പിക്കാനുള്ള സ്ഥലവും. എന്തേ, ഇറക്കി വിടണമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും വേണ്ട സാർ. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡീസന്റ് ആയിട്ട് അങ്ങ് ഇറങ്ങി പോക്കോളാം. ഇയാള് മനസാക്ഷിയില്ലാതെ പറഞ്ഞു വിട്ട ഒരു പെണ്ണിന്റെ അമ്മാവന ഞാൻ. ഒന്നുകിൽ അതിന്റെ സമാധാനം ഇയാൾ എന്നോട് പറയാം, ഇല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇയാൾ അങ്ങോട്ട് കേൾക്കണം. അല്ല, കേട്ടേ പറ്റത്തുള്ളൂ. ഇയാളോടത്തുള്ള ജീവിതം മടുത്തൂന്ന എന്റെ മരുമോൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. അതൊരു ഭാഗ്യമാണെന്ന് കരുതിക്കൂ. ഇല്ലെങ്കിൽ ഈ റോക്കിയുടെ വേറൊരു മുഖം താൻ കണ്ടേനെ. നോക്കി പേടിപ്പിക്കല്ലേ സാറേ. അതെ, ഇപ്പൊ ഞാൻ വന്നത് ഒരു കോംപ്രമൈസ് ലെവലില്ല. നിയമപരമായി നാദ്രയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ ആദ്യം ഇയാൾ ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടിങ്ങി താ. അവളെ ഒഴിവാക്കിയിട്ട് ഏട്ടന്റെ മോളെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന കൊച്ചിന്റെ കൂടെ ഇയാളെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചോ? എന്റെ ദേഹത്ത് നീ കൈവച്ചില്ലേ? റോക്കിയെ നോവിച്ചു വിട്ടിട്ട് നീയും ആ പെണ്ണും കൂടെ ജീവിക്കൂ? എങ്കിൽ എനിക്കതൊന്ന് കാണണം. സമ്മതിക്കത്തില്ലടാ. എന്റെ മരുമോളേക്കാൾ പ്രിയം നിനക്ക് ആ പീറ പെണ്ണിനോടാണെങ്കിൽ അവളെ ഞാനങ്ങ് എടുക്കും. റോക്കിയാടാ ഈ പറയുന്നേ. തൃപ്തിയായല്ലോ. എന്നോട് ചോദിച്ചില്ലയോ ഇവിടെന്തൊക്കെയാ സംഭവിച്ചതെന്ന്? അതിനുള്ള ഉത്തരവാ പുറത്തിപ്പോൾ നടന്നത്. നാളെ പരീക്ഷ കഴിയുന്നതോടെ ബാക്കി കൂടെ അറിഞ്ഞോളും. നാളെ അവസാന പരീക്ഷയല്ലേ, പോരുന്ന് പഠിക്കും. അമ്മാമ്മ എന്തിനാ വിളിച്ചത്? നീ ഇങ്ങനെ ഏത് നേരം മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്നത് എന്നാത്തിനാ മോളെ? ഞാനും ഗ്ലാഡീസൊക്കെ ഇല്ലയോ ഇവിടെ? ആരോടെങ്കിലൊക്കെ മിണ്ടിയും പറഞ്ഞിരുന്നാൽ അത്രയും സമയം മനസ്സിനൊരു സ്വസ്ഥത കിട്ടത്തില്ലയോ? എനിക്ക് അതിനിവിടെ സ്വസ്ഥതക്കേടൊന്നും ഇല്ലല്ലോ അമ്മാമ്മേ. ആ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇരുന്നേ. എന്താ അമ്മാമ്മേ? നമുക്ക് തറവാട്ടിലോട്ട് പോയാൽ എന്നാ മോളെ? അതെന്താ അമ്മാമ്മേ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? നമ്മളിവിടെ നിൽക്കുന്നതിൽ അതൊന്നുമല്ല, അവിടുത്തെ കാര്യം ഓർത്തിട്ട് അമ്മാമ്മയ്ക്ക് പെട്ടെന്നൊരു വിഷമം. അതുകൊണ്ടാ 2-3 ദിവസമായി വിചാരിക്കുന്നു തറവാട്ടിലോട്ടൊന്ന് പോണമെന്ന്. ഇല്ല, ഞാൻ വരുന്നില്ല അമ്മാമ്മേ. റോക്കിങ്ങളുടെ വീട്ടിലേക്കാ പോണമെന്നാ ജെഡിയോട് ഞാൻ പറഞ്ഞത്. ആ വാക്ക് തൽക്കാലം തെറ്റിക്കണ്ട. അദ്ദേഹം വാക്ക് പറഞ്ഞ സമയം വരെയെങ്കിലും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മമ്മ പോയിട്ട് വാ. അതാ അമ്മച്ചി നല്ലത്. നാദരയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പിഴവ് പോലും വന്നിട്ടില്ലല്ലോ.
ഇക്കാര്യത്തിലും വേണ്ട. ജേഡി വരുന്നുണ്ടെങ്കിലേ ഇവിടെ വന്ന് തന്നെ വിളിച്ചോണ്ട് പോയിക്കോട്ടെ. കൊണ്ടുപോണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ജേഡി വന്നില്ലെങ്കിലോ എന്നല്ലേ, എന്നാലും ഇവിടെ തന്നെ കാണും. ജേഡി ഉപേക്ഷിച്ചെന്ന് വെച്ച് നാദരയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് ഇവിടെ ഇരുന്ന് തന്നെ തെളിയിക്കും. അമ്മച്ചി നോക്കിക്കോ, ജേഡിയോടൊപ്പം ജീവിച്ചിരുന്നപ്പോ കണി കാണാൻ കിട്ടാതിരുന്ന ഒരു സംഗീതജ്ഞയാ നാദരയിൽ നാളെ ഈ ലോകം കാണാൻ പോകുന്നത്. ഇവിടെ താമസിച്ചാലേ അതൊക്കെ അപ്പപ്പോ ജേഡി അറിയൂ. അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും അതാ. അപ്പൊ അമ്മമ്മ നാളെ തന്നെ പോവല്ലയോ? അതെ, ഇവിടെ റോക്കിംഗ് ഗ്ലാഡീസ് ഉണ്ടല്ലോ. എന്നാ വിശേഷം ഉണ്ടെങ്കിലും അമ്മാമ്മയെ അറിയിച്ചേച്ചാൽ മതി. ജേഡി വാക്ക് പാലിച്ചാലും ഇല്ലെങ്കിലും ഈ അമ്മാമ്മോട് കൂടി ആലോചിച്ച് എൻ്റെ മോൾ ഒരു തീരുമാനം എടുക്കാവൂ. അതവളോട് പ്രത്യേകിച്ച് പറയണോ അമ്മച്ചി? നമ്മളൊക്കെ തീരുമാനിക്കും പോലെ അല്ലാതെ നാദരയ്ക്ക് മാത്രമായി ഇനി എന്നാ തീരുമാനമാ, അല്ലയോ? അതെ, എന്നാ പിന്നെ ഞാൻ മുകളിലോട്ട് പൊയ്ക്കോട്ടെ അമ്മമ്മേ. അയ്യോ, അതെങ്ങനാ? അത്താഴം കഴിക്കണ്ടായോ? അത് അങ്കിളും കൂടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം ആന്റി. ഇച്ചായം വന്നു തോന്നുന്നേ. എന്നതാ ഇച്ചായ വല്ലാണ്ടിരിക്കുന്നേ? എന്നാ പറയാനാ, അങ്ങനെ ഗുണ്ടായസം തുടങ്ങിയേക്കുമല്ലേ. ആരെക്കുറിച്ചാ ഇച്ചായ നീ പറയുന്നേ? വേറെ ആരാ, ജേഡി തന്നെ. ജേഡിയോ? നിന്നെ വിചാരിച്ചിട്ടാ മോളെ അങ്കിൾ അവനെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ റോക്കി അതിലും വലിയ ഗുണ്ടേ. എന്താ അങ്കിൾ, എന്താ ഉണ്ടായത്? വേണ്ട, വിട്ടേക്കാം. വെറുതെ എന്നാത്തിനാ നിന്റെ മനസമാധാനം കൂടി ഇല്ലാതാക്കുന്നേ. ഡീ ഗ്ലാഡിസേ, നീ ആ ഫ്രിഡ്ജിൽ നിന്ന് കുടിക്കാൻ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ. അങ്കിൾ, കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയാ മതി. പറയടാ റോക്കി, പറയാതിരുന്നാലല്ലോ ഇനി മനസമാധാനക്കേട്. എന്റെ അമ്മച്ചി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നമ്മുടെ നാദര മോളെ ഉപേക്ഷിക്കല്ലേ എന്ന് പറയാൻ ചെന്നതിന് അയാൾ എന്നെ തല്ലി അമ്മച്ചി, ആട്ടി ഇറക്കി. എന്നിട്ട് ഇച്ചായന് വല്ലതും പറ്റിയോ? എന്നാത്തിനാ ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോന്നേ? അയാൾക്ക് വേണ്ടെങ്കിൽ നാദരയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലയോ? പിന്നെ എന്നാത്തിനാ കാല് പിടിക്കാൻ പോയേ? നാദര മോളുടെ ഉള്ളിന്റെ ഉള്ളില് അയാളോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ അമ്മച്ചി ഞാൻ പോയത്. പോയാലൊരു വാക്ക്, അതിലും വലുതല്ലയോ അമ്മച്ചി നമുക്ക് ഇവളുടെ ജീവിതം. മരുമോളോടുള്ള ഇഷ്ടം കാരണം ജേഡിയോട് ഇച്ചായം വല്ല വേണ്ടാതിനോ പറഞ്ഞു കാണും. അല്ലെങ്കിൽ അയാൾ തല്ലത്തൊന്നുമില്ല. ആണോടാ? തെറ്റായിട്ട് നീ അയാളോട് വല്ലതും പറഞ്ഞോ? അയ്യോ, കർത്താവാണ് സത്യം, എന്റെ അമ്മച്ചിയാണ് സത്യം. മര്യാദ വിട്ടൊരു വാക്ക് ഈ റോക്കിയുടെ നാവിന്ന് വീണിട്ടില്ല. പക്ഷെങ്കിൽ തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു, ഏതോ ഒരു എണ്ണം കെട്ട പെണ്ണിന് വേണ്ടി എന്റെ മരുമോളുടെ ജന്മം തൊലച്ച ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ലാന്ന്. ജേഡി അങ്ങനെ ചെയ്തു കാണുമോ മോളെ? ചെയ്തു കാണും അമ്മമ്മേ. ജിഷയുടെ കാര്യത്തില് ആരും ചോദ്യം ചെയ്യുന്ന ജേഡിക്ക് ഇഷ്ടപ്പെടില്ല. അവൾക്ക് വേണ്ടി എന്തിനു മുതിരുന്ന ഒരു പ്രകൃതവാ ഇപ്പൊ ജേഡിയുടേത്. സോറി അങ്കിൾ, ആ മനുഷ്യന് വേണ്ടി ഞാൻ അങ്കിളിനോട് മാപ്പ് ചോദിക്കുന്നു. മോളെ, പറയണ്ടെന്ന് കരുതിയതാ. പാവം, അവക്ക് വിഷമായി കാണും. പറയാതിരുന്നിട്ട് എന്നതാ റോക്കി? അവളറിയണ്ടേ അയാളുടെ മാറ്റം? അവൾക്ക് വേണ്ടി ചെന്ന നിന്നെ തല്ലിയത് അവളെ തല്ലിയതിന് തുല്യല്ലയോ? എന്റെയും കൂടെ മോത്തല്ലിയോടാ അത് കൊണ്ടത്. ഇതിങ്ങനെ വിട്ടാൽ ഒക്കുകയില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ മോളുടെ കണ്ണീരിനും ഈ അപമാനത്തിനും അയാളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം. നീ പൊയ്ക്കോ. ജയ്, നീ എന്താ ഇന്ന് നേരത്തെ പോന്നോ? ഞാൻ എത്ര നേരം ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നറിയൂ. നിനക്കെന്താ പറ്റിയേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. സുഖമില്ലേ? അതോ ഫൈനൽ എക്സാമിനെ കുറിച്ചുള്ള ടെൻഷനോ? ഏയ്, അതൊന്നുമല്ല. കോളേജിലെ പരീക്ഷ ഇന്ന് കഴിയല്ലേ. പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടം ഇന്ന് തുടങ്ങല്ലേ.
അതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നീ ഇപ്പോഴും ചിന്തിക്കുന്നത് അച്ഛൻ പറഞ്ഞ യാത്രയെക്കുറിച്ചാണല്ലേ? അതെ, അതെന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള യാത്ര തന്നെയാണെന്ന് എനിക്കിപ്പോ തീർച്ചയായി. അങ്ങനെ തീർച്ചപ്പെടുത്തൊന്നും വേണ്ട. ചിലപ്പോ നീ സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ട് ആ കാര്യം നിന്നെ ഒരു സർപ്രൈസായി അറിയിക്കാന്ന് കരുതിയുള്ള യാത്രയാണെങ്കിലോ? അല്ല, അതെന്തായാലും അച്ഛൻ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. എങ്കിൽ ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ ആ മനസ്സിനാവില്ലായിരുന്നു. ഒന്നെങ്കിൽ ഗീതയുടെ മകളെ ആ നിമിഷം ആട്ടിയിറക്കും, അല്ലെങ്കിൽ വാരി പുണർന്നെന്നെ മോളെ എന്ന് വിളിക്കും. ഇത് രണ്ടും അല്ലാത്ത അച്ഛന്റെ ഭാവം അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ദിയ. ഏയ്, എന്താടി ഇത്? നീ കണ്ണു തുടച്ചേ. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. പരീക്ഷ കഴിയട്ടെ, വൈകിട്ട് മനുവേട്ടനും കൂടെ വന്നിട്ട് നമുക്ക് ഈ കാര്യം സംസാരിച്ചാ മതി. നീ വാ. അതല്ല ദിയ, അച്ഛൻ എന്നെ കൈയൊഴിയുന്ന കാര്യം ഓർത്തിട്ട് എനിക്കൊന്നിനും തോന്നുന്നില്ല. ആന്റി ഇല്ലാത്ത ഈ സമയത്ത് എല്ലാ സത്യങ്ങളും എങ്ങനെയെങ്കിലും നീ അച്ഛനെ അറിയിക്കണമായിരുന്നു. എന്നിട്ട് നിന്നെ പറഞ്ഞു വിടാണെങ്കിൽ പോട്ടെന്നങ്ങ് വെക്കണമായിരുന്നു. അതിന് ഒന്നും മിണ്ടാൻ പോലും അച്ഛൻ എന്റെ മുമ്പിൽ ഒന്ന് നിന്ന് തന്നിട്ട് വേണ്ടേ? ആന്റി പോയ ശേഷം ശരിക്കും എന്നെ അവഗണിക്കുകയായിരുന്നു. എന്നിട്ടും രണ്ടും കൽപ്പിച്ച് ഇന്നലെ ഞാൻ എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും ആ കാലമടം വന്ന് ഉള്ള സ്വസ്ഥതയും തകർത്തു. ആര്? ആ റോക്കി. നാദരാന്റിയെ ഇനി ഒരിക്കലും അന്വേഷിച്ച് ചെല്ലതെന്ന് പറയാനാ വന്നേ. കള്ളും കുടിച്ച് സഹിക്കാതായപ്പോ അച്ഛൻ അയാളെ തല്ലിയും തോന്നുന്നു. അവസാനം എന്നെ അച്ഛനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കിട്ടാ പോയെ. ദിയ, അച്ഛനാകെ തകർന്നിരിക്കുക. ആന്റി പോയതിന്റെ പ്രയാസം അച്ഛന് ശരിക്കുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്നെ പറഞ്ഞു വിടുന്നതിന്റെ ടെൻഷനും കാണും. ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം ഞാനല്ലേ ദിയ? അല്ലായിരുന്നെങ്കിൽ അച്ഛനും ആന്റി സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. അവരുടെ ബന്ധത്തെ ഞാനല്ലേ തകർത്തത്? ജയ, നീ എന്തൊക്കെയായി പറയുന്നേ? വീണ്ടും തെറ്റും ശരിയും ചെയ്യാനാണോ നിന്റെ പുറപ്പാട്? നിനക്ക് അവകാശപ്പെട്ടത് നേടാൻ വേണ്ടി നീ ചെയ്തതൊന്നും തെറ്റല്ല. അങ്ങനെ വിശ്വസിച്ചാ മതി. എനിക്ക് നേടാനും കഴിഞ്ഞില്ല, മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുകയും ചെയ്താലോ? അതൊരു പാപം തന്നെയാ. അതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം.